അപ്പോൾ എസ് എഫ് ഐ നേതാവ് രാഷ്ട്രപിതാവിനെ അപമാനിച്ച സംഭവത്തിൽ കേസെടുക്കാതിരുന്നത് വിവാദമായതോടെ കേസെടുക്കാൻ എടത്തല പോലീസ് പരാതി നൽകിയ KSU സംസ്ഥാന ജനറൽ സെക്രട്ടറിയോട് സ്റ്റേഷനിൽ ഹാജരാകാൻ നിർദ്ദേശിച്ചു. നേരത്തെ പരാതി സ്വീകരിക്കാതിരുന്ന പോലീസ് കോടതിയിൽ പോകാനാണ് KSU നേതാവിനോട് പറഞ്ഞത്. വിഷയം 24 വാർത്തയാക്കിയതിന് പിന്നാലെയാണ് എടത്തല പോലീസിന്റെ മന്നമാറ്റം. എസ് ശ്യാംകുമാർ വിവരങ്ങൾ ചേർന്നു. ശ്യാം, എന്താണ് മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രം ഇത് പോലീസിന് എന്തോ കേസെടുക്കാൻ പറ്റാത്തതാണ്, അത് കോടതിയിൽ കൂടി മാത്രമേ പരിഹാരം കാണാൻ കഴിയൂ എന്ന് പറഞ്ഞ പോലീസിന് ഇപ്പോൾ എങ്ങനെയാണ് അത് കേസെടുക്കാൻ കഴിയുന്ന വസ്തുവായി മാറിയത്? ശ്യാം, എടത്തല പോലീസിന് അപമാനിക്കപ്പെട്ടത് രാഷ്ട്രപിതാവാണെന്നുള്ളത് അല്പസമയം മുമ്പാണ് മനസ്സിലായത്. അതുകൊണ്ടാണ് KSUവിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു പരാതി നൽകിയത്. ആ പരാതിയിൽ പരാതി നൽകിയ ആളെ സ്റ്റേഷനിലേക്ക് വിളിക്കുകയും മൊഴി രേഖപ്പെടുത്തിയ ശേഷം FIR രജിസ്റ്റർ ചെയ്യാമെന്ന് എടത്തല സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു പറയുകയും ചെയ്തത്. നേരത്തെ ഈ പരാതിയുമായി ചെന്നപ്പോൾ കോടതിയിൽ പോയി പരാതി കൊടുക്കാനാണ് പോലീസുകാർ പറഞ്ഞത്. അതേ പോലീസാണ് ഇപ്പോൾ നമ്മൾ വാർത്ത നൽകിയതിന് പിന്നാലെ, ദൃശ്യങ്ങൾ സഹിതം വാർത്ത നൽകിയതിന് പിന്നാലെ ഇപ്പോൾ അവരുടെ നിലപാട് മാറ്റിയിരിക്കുന്നത്. ഏതായാലും അദിൽ നാസർ രാഷ്ട്രപിതാവിൻ്റെ പ്രതിമയ്ക്ക് മുകളിൽ കണ്ണട വെക്കുകയും ഫോട്ടോ എടുക്കുകയും ഗാന്ധിജി മരിച്ചുപോയതല്ലേ, കുഴപ്പമില്ല എന്ന് പറയുന്ന ശബ്ദ സന്ദേശം ഉൾപ്പെടെയാണ് നമ്മൾ പുറത്തുവിട്ടത്. ഏതായാലും ആ സംഭവത്തിലാണ് ഇപ്പോൾ പോലീസ് കേസെടുക്കാം എന്നുള്ള നിലപാടിലേക്ക് എത്തിയിരിക്കുന്നത്. ഇനി കേസെടുക്കുമ്പോൾ ഏത് വകുപ്പുകൾ ചുമത്തുമെന്നുള്ളത് നമുക്ക് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. ശ്യാംകുമാറാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. നമ്മൾ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് KSU പോലീസിൽ പരാതിയിലേക്ക് പോകുമ്പോൾ അവർ പറയുന്നത് ഇത് കോടതി മുഖാന്തരം പോകും. നമ്മൾ സജി ചെറിയാൻ നടത്തിയ ഭരണഘടനാ ലംഘനത്തെ തുടർന്ന് കോടതി മുഖാന്തരം പോയതുപോലെ ഇത് കോടതി മുഖാന്തരം പോകാൻ പറ്റിയ ഒരു സംഗതിയാണ് എന്നൊക്കെയായിരുന്നു പോലീസ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ആ വിഷയത്തിൽ അധികം രാഷ്ട്രീയം പറയാനൊന്നും നിൽക്കുന്നില്ല, അധികം താത്വിക പ്രശ്നങ്ങൾ പറയാനൊന്നും നിൽക്കുന്നില്ല. ഇത് രാഷ്ട്രപിതാവാണ്, ബഹുമാനിക്കേണ്ട ആളാണ്, രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും നിർണായകമായ പങ്കുള്ള ആളാണ്, രാജ്യത്തിന് വേണ്ടി വെടിയേറ്റ് കൊല്ലപ്പെട്ട ആളാണ് എന്നൊക്കെയുള്ള ഒരു മിനിമം ചരിത്രബോധം, അത് SFI ആവട്ടെ, KSU ആവട്ടെ, ABVP ആവട്ടെ, മറ്റേത് സംഘടന ആവട്ടെ, ഒരു മിനിമം ചരിത്രബോധം, ഒരു മിനിമം വകതിരിവ് ആകാവുന്നതാണ് എന്ന് മാത്രമേ അതിലൊരു കമൻറ്റായി പറയാനുള്ളൂ.